Hi friends, welcome back to our channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് പുതിയൊരു ടെംപ്ലേറ്റ് ആണ്. ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം പെൻസിൽ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ഫസ്റ്റത്തെ ഇമേജ് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആണ്. ഇവിടെ ഇമേജ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കസ്റ്റം ഇമേജ് എന്ന് കാണാം. അതിൽ പിക്ക് ഇമേജ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇമേജിനെ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം വരുന്ന രണ്ടാമത്തെ ഇമേജ് പറഞ്ഞാൽ ഒരു ബോർഡർ പോലുള്ള എഫക്റ്റാണ്. അതിന് ഞാൻ ഓറഞ്ച് കളറാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. അതിനുശേഷം ഒരു ബ്ലർ എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. ബ്ലർ എഫക്റ്റിൻ്റെ കളർ ഓറഞ്ചാണ്. ഓറഞ്ചിൻ്റെ കളർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. അതോടൊപ്പം തന്നെ ബ്ലർ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ഓറഞ്ചിൻ്റെ കളറും ഇവിടെ ചേഞ്ച് ചെയ്യണം, വേറെ കളർ കൊടുക്കുന്നവരാണെങ്കിൽ. അതിനുശേഷം വരുന്ന മറ്റൊരു ഇമേജ് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടെംപ്ലേറ്റിൻ്റെ ബോർഡറാണ്. ബോർഡറും ഷേപ്പൊക്കെ സ്മോക്കും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം വരുന്ന ടെക്സ്റ്റാണ് മുകളിലുള്ള ട്രെൻഡ് ക്രിയേഷൻ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ അപ്പിയറൻസ് ക്ലിക്ക് ചെയ്തിട്ട് ട്രെൻഡ് ക്രിയേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ലേറ്റസ്റ്റ് വേർഷൻ 1.2.83 വേർഷനിലുള്ള അവൈലബിളാണ് ഈ ഒരു ഫീച്ചർ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ കളറും ഫോണ്ടിൻ്റെ സൈസും ഷേപ്പൊക്കെ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാം. അതിനുശേഷം വരുന്ന ഇമേജ് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ചെറിയൊരു സ്മോക്കിൻ്റെ എഫക്റ്റ് കൊടുത്താണ്. അതിൻ്റെ കളർ വേണ്ടെന്നുണ്ടെങ്കിൽ ലോങ് പ്രസ് ചെയ്തിട്ട് നമുക്കത് റിമൂവ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം വരുന്ന 4 ഇമേജ് അഥവാ ഫസ്റ്റത്തെ 2 ഇമേജും അതുപോലെ തന്നെ അതിന് ശേഷം വരുന്ന 2 ഇമേജും നമ്മുടെ സ്മോക്ക് എഫക്റ്റാണ്. അത് ഇതുപോലെ കസ്റ്റം ഇമേജ് വഴി പിക്ക് ഇമേജ് വഴി സെലക്ട് ചെയ്യാം. അതിനുശേഷം വരുന്ന ബാർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ബാർ പറഞ്ഞാൽ നമ്മുടെ താഴെ ഒരു എഫക്റ്റ് വരുന്നുണ്ട്, അഥവാ സൈഡിൽ നിന്ന് അഥവാ റൈറ്റ് ടു ലെഫ്റ്റിലോട്ട് ഒരു എഫക്റ്റ് വരുന്നുണ്ട്. അതാണത്. അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. അതിനുശേഷം വരുന്ന ടെക്സ്റ്റ് പറഞ്ഞാൽ ഫസ്റ്റത്തെ ടെക്സ്റ്റ് പറഞ്ഞാൽ ട്രെൻഡ് ക്രിയേഷൻ ഏരിയയാണ്. അതിനുശേഷം വരുന്ന ടെക്സ്റ്റ് പറഞ്ഞാൽ ടൈമറാണ്. ഇതിന് ഏറ്റവും മുകളിലുള്ള ടെക്സ്റ്റിൻ്റെ കളർ ബ്ലാക്ക് ആക്കണമെങ്കിൽ ജസ്റ്റ് ഇങ്ങോട്ട് നീക്കി നമുക്ക് ഫുൾ ബ്ലാക്ക് ആക്കാൻ സാധിക്കുന്നതാണ്. വൈറ്റ് ആക്കണമെങ്കിൽ വൈറ്റ് ആക്കാം, നമുക്കത് ബ്ലാക്ക് തന്നെ ആക്കാം. അതോടൊപ്പം തന്നെ അതിൻ്റെ എഫക്റ്റ് കുറച്ചും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ആഡ് എന്നുള്ള ഫീച്ചറും കൂടി ബ്ലാക്ക് ആയതുകൊണ്ട് നമുക്ക് പ്രീമിയം ആൽഫ സെലക്ട് ചെയ്യാം. അതിനുശേഷം വരുന്ന ടെക്സ്റ്റ് പറഞ്ഞാൽ താഴെയുള്ള അഥവാ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടൈമർ, പിന്നെ ഒരു ഇമേജ് വരുന്നുണ്ട്. ഇമേജ് പറഞ്ഞാൽ കാതൽ ചെയ്തിട്ടുള്ള ടെക്സ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഇമേജാണ്, സ്മോക്ക് ഇമേജാണ്. കളർ ചേഞ്ച് ചെയ്യാം. അതിനുശേഷം വരുന്ന ഇമേജ് പറഞ്ഞാൽ കാതൽ ചെയ്തിട്ടുള്ള PNG ടെക്സ്റ്റാണ്. അതൊരു ഇമേജാണ്, പിക്സൽ ലാബിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു ടെക്സ്റ്റാണ്. അതും ഇതുപോലെ കസ്റ്റം ഇമേജിൽ പിക്ക് ഇമേജ് ക്ലിക്ക് ചെയ്ത് അഥവാ കസ്റ്റം ഇമേജ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ പിക്ക് ഇമേജിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫയൽ മാനേജറിൽ നിന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം വരുന്ന ഇമേജ് പറഞ്ഞാൽ ട്രെൻഡ് എഡിറ്റ്സ് എന്ന് ചെയ്തിട്ടുള്ള ആ ഇമേജാണ്. അതിനുശേഷം വരുന്ന ബാർ എന്ന് പറഞ്ഞാൽ സെൻറ്ററിലുള്ള ഒരു ബാറാണ്. ഓക്കെ, അതുപോലെ തന്നെ പാർട്ടിക്കിൾ, ഈ ബാറിനും പാർട്ടിക്കിളിനാണ് നമ്മൾ ഗ്ലോ എഫക്റ്റ് കൊടുത്തിട്ടുള്ളത്, ബ്ലർ എഫക്റ്റ് കൊടുത്തിട്ടുള്ളത്. പാർട്ടിക്കിളിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ പാർട്ടിക്കിളിൻ്റെ അപ്പിയറൻസിൽ കസ്റ്റം ഇമേജിൽ പിക്ക് ഇമേജിൽ നിന്നും ലവ് ഷേപ്പ് എടുക്കുക. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.